ഞാൻ എൻ്റെ ലിഫ്റ്റ് അടിക്കുന്ന സ്കില്ല് കാണിച്ചു തരാം. ഹോളിഡേ വില്ലേജ്. താങ്ക്സ്. ഒരു പണിയില്ലാതെ ഇരിക്കുക. ടീംമേറ്റ് വന്നില്ല. അപ്പോൾ പിന്നെ അവരെ നോക്കി പഠിക്കാന്ന് വിചാരിച്ചാൽ അതും പറ്റത്തില്ല. അപ്പോൾ പിന്നെ വെറുതെ വായി നോക്കി ഇരിപ്പാണ്. കാലായി 6:30 ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഒരു 6:30 ആയിരുന്നെങ്കിൽ ഇറങ്ങി പോകാമായിരുന്നു. സമയം പോണില്ല. ഇറങ്ങി എടുത്ത് പറയുമായിരുന്നു. അവസ്ഥ കാണിച്ചു തരാം. എന്തൊരു ട്രാഫിക്കാണ്. ഈ മുടിഞ്ഞ ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെടാനാണ് ബൈക്ക് വീട്ടിൽ വെച്ചിട്ട് മെട്രോയിൽ പോകുന്നത്. അല്ലെങ്കിൽ ഈ പൊടിയും അടിച്ച് എന്നാ പാടാ. അതിനേക്കാളും നല്ലത് കറക്റ്റ് സമയത്തിന് വീട്ടിലെത്താം. രാജീവ് ഗാന്ധിയുടെ സ്റ്റാച്യു. ഇപ്പം ഇറങ്ങാൻ നേരത്ത് ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടൻ്റെ അച്ഛൻ ഇവിടെ പോവാ, നാട്ടിൽ പോവാ, അപ്പോൾ അവൻ കൊണ്ടുവിടാനായിട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ കൊണ്ടുവിടാനായിട്ട് അങ്ങോട്ട് പോകണം. ഞാൻ വിചാരിച്ച ട്രെയിനിലായിരിക്കും പോകുന്നത്, ബസ്സിലാണ്. അപ്പോൾ എനിക്കൊന്ന് ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നായിരിക്കും ചേട്ടൻ്റെ കൂടെ. അപ്പം കാറിൽ അങ്ങോട്ട് പോകാം. ഓക്കെ, ഞാൻ എൻ്റെ ലിഫ്റ്റ് അടിക്കുന്ന സ്കില്ല് കാണിച്ചു തരാം. ഇതൊക്കെ സിമ്പിളല്ലേ, ഇപ്പോൾ കാണിച്ചു തരാം. ഹോളിഡേ വില്ലേജ്. താങ്ക്സ്. താങ്ക്സ് അണ്ണാച്ചി. പൊന്നു മോനെ, നല്ലൊരു അണ്ണാച്ചി. പറപ്പിച്ചു വിടുമായിരുന്നു, ഒരു വാക്ക് മിണ്ടിയില്ല. സുഖമായിട്ട് എന്നെ കൊണ്ടിറക്കി തന്നു. നല്ലൊരു മനുഷ്യൻ. സംഭവം എന്തെന്ന് വെച്ചാൽ, ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ മുതലാണ് ഈ ലിഫ്റ്റ് അടിക്കാൻ തുടങ്ങിയത്. അപ്പം സംഭവം എന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് ബസ്സിൽ പോകാൻ 10 രൂപയായിരുന്നു. അപ്പം മറ്റേ കൺസെഷനൊന്നും എടുക്കാത്ത സമയത്ത് അപ്പം ഞാൻ എന്ത് ചെയ്തു, വീട്ടിൽ നിന്ന് സ്കൂൾ വരെ ലിഫ്റ്റ് അടിച്ച് പോകുമായിരുന്നു 10 രൂപ ലാഭിക്കാനായിട്ട്. എന്നിട്ട് ആ 10 രൂപ ലാഭിച്ച് കൂട്ടിച്ച് വെച്ച് ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ആ പൈസ എടുത്തുകൊണ്ട് പോയി ലെബനീസ് ഷവർമ മേടിച്ച് കഴിക്കുമായിരുന്നു. എൻ്റെ പൊന്നു മോനെ. വീട്ടിൽ വന്നു പപ്സ് കഴിക്കട്ടെ. ഹരി പഠിക്കുവാണ്, കാണിച്ചു തരാവേ. അവനെ കാണിച്ചാൽ ദേഷ്യപ്പെടും. കാണിക്കാം. ഇത് അകത്ത് സീറ്റിന് സൈഡിൽ വെക്കാൻ പറ്റത്തില്ലെന്നാണ് ഞാൻ ചോദിച്ചത്. എൻ്റെ പൊന്നു മോനെ, വീട്ടിലെത്തി. ഒട്ടും വയ്യ. സാധാരണ ഞാൻ ഓഫീസിൽ നിന്ന് വരാൻ നേരത്ത് തന്നെ വയ്യാതാവും. ഇന്ന് ഡ്രോപ്പ് ചെയ്യാനായിട്ടും കൂടെ പോയപ്പോഴത്തേക്കും പിന്നെ വയ്യാതായി. കുഴപ്പമില്ല. എന്നാൽ പിന്നെ കിടക്കട്ടെ. ഒട്ടും വയ്യ. നാളെ സമയത്തിന് എഴുന്നേറ്റാൽ മതിയായിരുന്നു. നാളെ ഫുൾ ഇൻഡക്ഷനാണ്. 10 മണി മുതൽ 6 മണി വരെ ഇൻഡക്ഷനായിരിക്കും. കമ്പനീനെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും അത് ഇതൊക്കെ. അപ്പോൾ ശരി, എന്നാൽ കിടക്കട്ടെ. അല്ല, കുളിച്ചിട്ട് കിടക്കട്ടെ. അപ്പോൾ ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് നൈറ്റ്, ബൈ. ഇന്ന് ഹരി ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. അവൻ്റെ ടീച്ചർ അവൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞെന്ന്, അവന് മാത്സിനെ കുറിച്ച് മാർക്ക് കുറവാണെന്നോ ഏതൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ തെറ്റാണെന്നോ. അതാണ് കൊച്ചർക്കൻ നല്ല മൂഡ് ഓഫ് ആയിരുന്നു. പരീക്ഷ ആയാലും മാർക്ക് പോവും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ അമ്മ അവനെ നല്ലപോലെ കേൾപ്പിച്ചു. അപ്പോൾ ശരി.